ഹലോ ആൻഡ് വെൽക്കം ടു ദ ലിറ്റിൽ പ്രോഗ്രാം. എക്സസൈസിനും അത്ലീറ്റ്സും അതുപോലെ തന്നെ ജനറൽ ഹെൽത്തിനും വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് കാൽഷ്യം. പക്ഷേ നോട്ട് ഓൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ആർ ദ സെയിം. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. ഇനി ഏത് കാൽഷ്യം സപ്ലിമെൻ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യും എന്നാണെങ്കിൽ ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു 3 തിങ്സ്. നിങ്ങളുടെ കാൽഷ്യം സപ്ലിമെൻറ്റിൽ കാൽഷ്യം ഏത് ഫോമിലാണ്, 2 അതിനകത്ത് കാൽഷ്യം ഇല്ലാതെ വേറെ എന്തൊക്കെ അടങ്ങുന്നുണ്ട്, 3 ഇതിൻ്റെ ബഡ്ജറ്റ്. ഇനി ഇതെല്ലാം ഞാൻ വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഏത് കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്താലും കാൽഷ്യം ഒരിക്കലും എൻ്റെ ട്രൂ ഫോമിലല്ല കാണപ്പെടുന്നത്. കാര്യം കാൽഷ്യം എൻ്റെ ട്രൂ ഫോമിൽ വളരെ റിയാക്റ്റീവും അതിൽ അൺസ്റ്റേബിളാണ്. അപ്പോൾ അതിനെ സ്റ്റേബിൾ ആക്കാനും അതുപോലെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും വേണ്ടി എല്ലാ സപ്ലിമെൻറ്റ്സിലും കാൽഷ്യത്തിനെ ഒരു അയോണുമായിട്ട് ബൈൻഡ് ചെയ്ത രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയോൺസുമായിട്ട് കാൽഷ്യം കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാൽഷ്യം ഉണ്ടാവും. അതായത് കാൽഷ്യം ലാക്ടേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, കാൽഷ്യം സിട്രേറ്റ്, അങ്ങനെ ഒരുപാട് ഫോംസ്. പക്ഷേ ആസ് എ ഡെയിലി സപ്ലിമെൻറ്റ് 2 ഫോം ഓഫ് കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് കാൽഷ്യം കാർബണേറ്റ്, പിന്നെ ഒന്ന് കാൽഷ്യം സിട്രേറ്റ്. കാൽഷ്യം കാർബണേറ്റും അതുപോലെ കാൽഷ്യം സിട്രേറ്റും നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, ഡ്രോബാക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എലമെൻ്റൽ കാൽഷ്യം, അതായത് കാൽഷ്യം സപ്ലിമെൻറ്റിൽ അടങ്ങിയിട്ടുള്ള ആക്ച്വൽ കാൽഷ്യത്തിൻ്റെ അളവ് അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാൽഷ്യം കാർബണേറ്റിനായിരിക്കും. ഫോർ എക്സാമ്പിൾ 1000 mg ഉള്ളൊരു കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് 400 mg ഉണ്ടാവും. അതേ സ്ഥലത്ത് കാൽഷ്യം സിട്രേറ്റ് ആണെങ്കിൽ 1000 mg 200 മുതൽ 210 mg വരെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആവറേജ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 1000 mg ഒരു ദിവസം കാൽഷ്യത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കാൽഷ്യം സിട്രേറ്റ് ആണ് എടുക്കുന്നെങ്കിൽ 4 ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. അതേ സമയത്ത് കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ 2 ടാബ്ലറ്റ് എടുത്താൽ മതിയാവും. ഇനി നമ്മൾ അബ്സോർപ്ഷൻ കമ്പയർ ആണെങ്കിൽ അവിടെ കാൽഷ്യം കാർബണേറ്റിന് ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് കാൽഷ്യം കാർബണേറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സ്റ്റൊമക് ആസിഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി കാൽഷ്യം ഏതെങ്കിലും ഒരു മീലിലൂടെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. മീലിലൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാകുന്ന ഇപ്പോൾ പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഇതിലൊക്കെയുള്ള ഫൈറ്റേറ്റ് ഓക്സിഡേറ്റ്സ് പോലുള്ള ആൻറ്റി ന്യൂട്രിയൻസ് നമ്മുടെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കും. അതുമാത്രമല്ല ചില മിനറൽസ്, അതായത് മെഗ്നീഷ്യം പോലുള്ള ചില മിനറൽസും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കും. അപ്പം ചെറുതായിട്ട് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ ഹിൻഡർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേ സമയത്ത് കാൽഷ്യം സിട്രേറ്റിന് ആ ഒരു ഇഷ്യൂ ഇല്ല. കാര്യം കാൽഷ്യം സിട്രേറ്റിൽ കാൽഷ്യം സിട്രിക് ആസിഡിൻ്റെ കൂടെയാണ് ബൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പം അതിനൊരു സെപ്പറേറ്റ് ആസിഡിൻ്റെ ആവശ്യമില്ല അബ്സോർബ് ആവാൻ. അപ്പോൾ ഇതൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കാം, വർക്കൗട്ടിന് ശേഷം എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 2 മീലിൻ്റെ ഇടയ്ക്കുള്ള ടൈമിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷനെ വേറൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ അബ്സോർപ്ഷൻ വൈസ് നോക്കണമെങ്കിൽ കാൽഷ്യം സിട്രേറ്റും നല്ലൊരു ഓപ്ഷനാണ്. ഒരു ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റിന് ബെനിഫിറ്റ് ഉണ്ട്. കാര്യം കാൽഷ്യം സിട്രേറ്റിനെ അപേക്ഷിച്ച് കാൽഷ്യം കാർബണേറ്റ് ചീപ്പാണ്. കാൽഷ്യം സിട്രേറ്റ് മോസ്റ്റ്ലി 1 ഇരട്ടിയോ 2 ഇരട്ടിയോ ചിലപ്പോൾ കാൽഷ്യം കാർബണേറ്റിനേക്കാളും പ്രൈസ് വരാറുണ്ട്. ഇനി നമ്മൾ ഏത് കാൽഷ്യം സപ്ലിമെന്റ് എടുത്താലും അത് എത്ര തന്നെ എക്സ്പെൻസീവ് ആയാലും അതിനകത്ത് കോഫാക്ടേഴ്സ്, അതായത് വിറ്റമിൻ D3 ആൻഡ് K2 ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാൽഷ്യം വെറും യൂസ്ലെസ് ആണ്. ഒന്ന്, നിങ്ങളുടെ പൈസ വേസ്റ്റും. 2, പ്രോപ്പറായിട്ട് കാൽഷ്യം അബ്സോർബ് ചെയ്തിരുന്നാൽ അതിൻ്റെ ഡേഞ്ചേഴ്സ് വേറെയാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാനത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന കാൽഷ്യം സപ്ലിമെൻറ്റ് നമ്മുടെ ഗട്ടിൽ നിന്ന് നമ്മുടെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യാൻ D3യും അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള ഈ പറഞ്ഞ കാൽഷ്യം നമ്മുടെ ബോണിലും ടീത്തിലും അതുപോലെയുള്ള സ്ട്രക്ചേഴ്സിൽ കൊണ്ടെത്തിക്കാൻ വിറ്റമിൻ K2ൻ്റെ ആവശ്യമുണ്ട്. അപ്പം വിറ്റമിൻ D3യും K2 ഇല്ലാതെ ഉള്ള കാൽഷ്യം സപ്ലിമെൻറ്റ് സത്യം പറഞ്ഞാൽ യൂസ്ലെസ് ആണ്, അതുപോലെ ഡേഞ്ചറസുമാണ്. നിങ്ങൾ ഏത് കാൽഷ്യം സപ്ലിമെൻറ്റ് ചൂസ് ചെയ്താലും മേക്ക് ഷുവർ അതിനകത്ത് വിറ്റമിൻ D3 ഒരു 200 മുതൽ 600 IU റേഞ്ചിനകത്ത് ഉണ്ടാകുന്ന നോക്കുക. അതുപോലെ വിറ്റമിൻ K2 ഒരു 90 മുതൽ 200 മൈക്രോഗ്രാം റേഞ്ചിനകത്ത് ഉണ്ടാകുന്ന നോക്കുക. ഇനി ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങളാരെയും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തത അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം സിട്രേറ്റ് ചൂസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ അതിനകത്ത് വിറ്റമിൻ D3 ആൻഡ് K2 ഉണ്ടെന്നുള്ളത് നോക്കുക. പിന്നെ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം കാർബണേറ്റ് എടുക്കാം, നോ ഇഷ്യൂ. അതിനകത്ത് മേക്ക് ഷുവർ അതിനകത്ത് വിറ്റമിൻ D3 ആൻഡ് വിറ്റമിൻ K2 ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യും. ഇനി ശ്രദ്ധിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നിങ്ങൾ കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ എത്ര കാൽഷ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ കാൽഷ്യം സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട് എ പ്രൊഫഷണൽ. നമ്മുടെ ഡെയിലി അത്ലീറ്റ് പ്രോഗ്രാമിനുള്ള എല്ലാ വീഡിയോസും, അത് എക്സസൈസ് ആവട്ടെ, ന്യൂട്രീഷൻ, ഹെൽത്ത്, ഇതെല്ലാം ബേസിക് അവയർനെസ്സിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ പറയുന്ന വിറ്റമിൻസിൻ്റെ, മിനറൽസിൻ്റെ, സപ്ലിമെൻസിൻ്റെ വാല്യൂസും അതുപോലെ ക്വാണ്ടിറ്റിയും ഇതെല്ലാം റെഫറൻസ് വാല്യൂസാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ ബിഫോർ യു ഡു ഇറ്റ്. സോ സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി.